ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട വാർത്തയാവാം ഒരുപക്ഷെ. നമുക്കൊപ്പം ഹരിയുണ്ട്. ഹരി, വെരി ഗുഡ് മോർണിംഗ്. ഹരി, ബ്രേക്കിംഗ് അലാറം മുഴങ്ങിയിട്ടുണ്ട്. ഹരി ആയതുകൊണ്ട് ഞാൻ ഊഹിച്ചതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിവരമാണെന്ന് തോന്നുന്നു. എന്താണ് ആ പ്രധാനപ്പെട്ട വിവരം? ബ്രേക്കിംഗ് ന്യൂസ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് തന്ത്രി കണ്ഠരര് തുടരാം. ഹരി, അരുൺ, തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള കൊല്ലം വിജിലൻസ് കോടതിയുടെ വിശദമായിട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഉത്തരവ് പ്രകാരം തന്ത്രിക്ക് ഒരു തരത്തിലുള്ള ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് വന്നിരിക്കുന്നത്. ആ കണ്ടെത്തൽ പ്രകാരം കോടതി പറഞ്ഞിരിക്കുന്നത്, അതായത് ഇരുവശങ്ങളിൽ നിന്നുള്ള വാദങ്ങൾ, തെളിവുകളൊക്കെ തന്നെ കോടതി പരിശോധിച്ചു. അതിൽ നിന്ന് കോടതിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 2 തവണ പാളികൾ കൊണ്ടുപോയിട്ടുണ്ട്. അത് കട്ടിളപ്പാളി, ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ വേണ്ടി തന്ത്രി അനുജ്ഞ നൽകിയിട്ടുണ്ട്. ആ അനുജ്ഞ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത് പ്രകാരം മാത്രം നൽകിയതാണ്. ആ അനുജ്ഞയ്ക്കകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാൻ വേണ്ടി പ്രത്യേകം എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. ആ പാളികൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് ഉചിതമാണ് എന്നുള്ളത് മാത്രമാണ് തന്ത്രി രേഖപ്പെടുത്തിയത്. അപ്പോൾ എങ്ങനെയാണ് ആ അനുജ്ഞ ദുരുദ്ദേശപ്രകാരമാകുന്നത്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്നതാവുന്നത് എന്നുള്ളതാണ് കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, കട്ടിളപ്പാളിക്ക് വേണ്ടി അനുജ്ഞ നൽകാതെ മൗനാനുവാദം നൽകിക്കൊണ്ട് ആ കൊള്ളയ്ക്ക് തന്ത്രി കൂട്ടുനിന്നു എന്നുള്ളതാണ് SIT മുന്നോട്ട് വെച്ച ഒരു പ്രധാന വാദം എന്ന് പറയുന്നത്. പക്ഷേ ആ അനുജ്ഞ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടില്ല. ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും ഹാജരാക്കാൻ ഇതേവരെ SITക്ക് കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായി ദീർഘകാലമായിട്ടുള്ള ബന്ധമാണ് എന്നുള്ളതായിരുന്നു SIT വാദിച്ചിരുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി SIT മുന്നോട്ട് വെച്ചത് ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ രണ്ടുപേരും ഒരേ കാലയളവിൽ ഉണ്ടായിരുന്നു. ആ കാലയളവിൽ വെച്ചുണ്ടായ സൗഹൃദമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് ആനയിക്കാൻ തന്ത്രിയെ പ്രേരിപ്പിച്ചത്. തന്ത്രിയാണ് പിന്നീട് ഇവിടെ സന്നിധാനത്ത് കൊണ്ടുവന്ന് സ്പോൺസർ, ആദ്യം കീഴ്ശാന്തിയും പിന്നീട് സ്പോൺസറുമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് SIT വാദിച്ചിരുന്നത്. പക്ഷേ അതിനകത്ത് കോടതി ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. അതായത് ഈ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ 2005 മുതൽ 2015 വരെ തന്ത്രിയായി കണ്ഠരര് രാജീവർ ഉണ്ടായിരുന്നു. ആ 2005 മുതൽ 2015 വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നത് 1997 മുതൽ 2003 വരെയാണ്. ഇതേ ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയായി പോറ്റി ജോലി ചെയ്ത കാലയളവാണത്. അപ്പോൾ 2 കാലയളവിൽ ജോലി ചെയ്ത ആളുകൾ തമ്മിൽ എങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ വെച്ച് പരിചയപ്പെടുകയും പിന്നീട് വലിയൊരു ബന്ധത്തിലേക്ക് പോവുകയും ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം വാദങ്ങൾക്കിടെ ഉയർന്നിരുന്നു. അതിന് SITക്ക് ഇതേവരെ വിശ്വസനീയമായ ഒരു മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് കോടതി ചോദിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SIT ചില വിവരങ്ങൾ മറച്ചുവെച്ചു എന്നുള്ള കാര്യം കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾ. ആ ബന്ധുക്കൾ ശബരിമലയിൽ മുൻപ് ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യാപിതാവ് ശബരിമലയിലെ ഒരു കീഴ്ശാന്തിയായിരുന്നു. ഒപ്പം തന്നെ ഭാര്യാപിതാവിന്റെ സഹോദരൻ ശബരിമലയിലെ ഒരു ജീവനക്കാരനായിരുന്നു. 1990 മുതൽ 2010 വരെയുള്ള കാലയളവിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ പിന്തുണയോടുകൂടിയോ അല്ലെങ്കിൽ അവരായിരിക്കാം ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുക. മറിച്ച് തന്ത്രിയാണ് എന്ന് എങ്ങനെയാണ് സ്ഥാപിക്കാൻ കഴിയുക? ഇവർ തമ്മിൽ ഒരു ബന്ധവും ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ പോലും കഴിയുന്ന നിലയിലേക്ക് SITക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ ബന്ധുക്കൾ ജോലി ചെയ്തിരുന്നു എന്നുള്ള കാര്യം എന്തുകൊണ്ട് SIT മറച്ചു വെച്ചു എന്നുള്ളത് കൂടി കോടതി ചോദിക്കുന്നുണ്ട്. SIT നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ ഇതേവരെ ഇതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ കോടതിക്ക് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു മറുപടി നൽകാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, തിരുവാഭരണം അടക്കമുള്ള ശബരിമലയിലെ ഉരുപ്പടികൾ, നേരിട്ട് ഈ പൂജ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഭാഗമാകാത്ത ഉരുപ്പടികളെല്ലാം തന്നെ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ളതാണ്. ദേവസ്വം ബോർഡാണ് അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടതും. അത് താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകൾ മാത്രമാണ് തന്ത്രിക്ക് ചെയ്യാൻ കഴിയുക. അങ്ങനെയിരിക്കെ എങ്ങനെയാണ് തന്ത്രിക്ക് ഈ ബോർഡിന്റെ തീരുമാനത്തെ അട്ടിമറിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം കൂടി ചോദിച്ചുകൊണ്ടാണ് കൊല്ലം വിജിലൻസ് കോടതി തന്ത്രിക്ക് ജാമ്യം കൊടുത്തതെന്നുള്ളതാണ് പ്രധാന കാര്യം. അരുൺ, ഓക്കെ, ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങുന്നു. പലർക്കെതിരെയും തെളിവുകളില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അപ്പോൾ ദ്വാരപാലക ശില്പപാളികളിലുണ്ടായിരുന്ന സ്വർണം എവിടെ? അതാവിയായിപ്പോയ അതാരൊക്കെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഇക്കാര്യം കണ്ടെത്തേണ്ട SITക്ക് തുടർച്ചയായിട്ട് തിരിച്ചടിയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം പുറത്തിറങ്ങുന്ന അവസ്ഥ. ഇനി പത്മകുമാറും കൂടി പുറത്തിറങ്ങും. വാസു പുറത്തിറങ്ങിക്കഴിഞ്ഞു, തന്ത്രി പുറത്തിറങ്ങിക്കഴിഞ്ഞു, പോറ്റിയും പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരെല്ലാവരും ഇപ്പോൾ പത്മകുമാർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും പുറത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ കേസ് തന്നെ ആവിയായി പോകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് സ്വാഭാവികമാണ് താനും.